നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് പലതരം ഡ്രിങ്കുകളായിരിക്കുമല്ലേ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നത്. അപ്പം നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ടുള്ളതല്ലേ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വാട്ടർ മെലോൺ ലെമണേഡാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് തണ്ണിമത്തന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ മസ്റ്റായിട്ടും ചേർക്കണേ. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് കുരു കളഞ്ഞിട്ട് വേണ്ട നീര് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പിന്നെ 2 നുള്ളു ഉപ്പ് ചേർക്കട്ടോ. ഉപ്പ് ചേർത്താലേ കറക്റ്റ് അതിൻ്റെ ഒരു ബാലൻസ് കിട്ടുള്ളൂ കേട്ടോ മധുരത്തിൻ്റെ. പിന്നെ അതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ അതിൽ കുരുവൊക്കെ ഉണ്ടല്ലോ തണ്ണിമത്തൻ്റെ, അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് അരിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് അതിന് ചുറ്റൊന്നാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കുരു ഇല്ലാതെ തണ്ണിമത്തിന് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ഭംഗിക്ക് നിർബന്ധമില്ല കേട്ടോ. ചെറുനാരങ്ങ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു തണ്ണിമത്തൻ്റെ ആ ഒരു ജ്യൂസും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പീസ് ലെമൺ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് ഗ്ലാസിൻ്റെ സൈഡിലങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. നമുക്ക് കസ്കസ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചൂടത്തൊക്കെ അതൊക്കെ നമ്മുടെ ശരീരത്തിന് തണുപ്പേകാനൊക്കെ നല്ലതാണ് കേട്ടോ. അതും ഒന്നോ 2 3 നമുക്ക് ഇഷ്ടമുള്ളത്ര അതും കുതിർത്തെടുത്തത് അതിലേക്ക് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, എന്നാൽ കുടിക്കാൻ നല്ല ടേസ്റ്റ് വേണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെ ഇൻഷാ അല്ലാഹ് പുതിയ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്